ആരാ ആരാ അവിടെ വന്നത്? നിനക്കെന്താ ചെവി പൊട്ടി പോയോ? ആരാ വന്നെന്ന് ചോദിച്ചില്ലേ? ഇപ്പൊ മനസ്സിലായി ആരാ വന്നെന്ന് ചോദിച്ചപ്പോ നിന്നെ നാമെന്താ ഇറങ്ങിപ്പോയതെന്ന്. നിന്റെ മകന്റെ സംബന്ധക്കാരാണല്ലോ വന്നത്. അല്ല, രണ്ടാളും എന്താണോ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഞങ്ങള് ജഗനെയും മദനെയും അല്ല, അച്ഛനും അമ്മയും ഇവിടെ നിൽക്കുകയാണോ? അകത്തേക്ക് വാ. മദനെ, അച്ഛനും അമ്മയ്ക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഒന്നും വേണ്ട പോനെ. അല്ല, എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? മകളെ കെട്ടിച്ചേച്ച വീട്ടിലേക്ക് വരാൻ അച്ഛനും അമ്മയ്ക്കും പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. അല്ല, നീ ഇപ്പൊ എന്താ പറഞ്ഞത്? മകളെ കെട്ടിച്ചേച്ച വീട്ടിലേക്കെന്നോ? ആര് കെട്ടിച്ചയച്ചു? ഞാൻ താലിയെടുത്ത് കൊടുത്തിട്ടാണോ നിന്റെ ഈ മകൻ ഇവളുടെ കഴുത്ത് താലി കെട്ടിയത്? മോന്റെ കാര്യത്തിൽ മാത്രമല്ല, സ്വന്തം മോളുടെ കാര്യത്തിലും ആ യോഗം ഇല്ലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. ഓ, അപ്പൊ നീ എന്നെ ബോധവൽക്കരിക്കുകയാണോ? ഒരു വീട്ടിലേക്ക് വന്ന് കയറിയവരോട് സാമാന്യ മര്യാദയെങ്കിലും നമ്മൾ പാലിക്കണമെന്ന് പറയുകയായിരുന്നു. ഇത് ഈ വീട്ടിലെ രണ്ടു മക്കളുടെ സംബന്ധക്കാരാണെന്ന് കൂടി ഓർമ്മിപ്പിച്ചതാ. വേണ്ട, ഇനിയും നിങ്ങൾ തമ്മിലൊരു തർക്കം വേണ്ട. ഞങ്ങൾ വന്ന കാര്യം പറഞ്ഞിട്ട് അങ്ങ് പൊയ്ക്കോളാം. ജഗന്റെയും വന്ദനയുടെയും കല്യാണം കഴിഞ്ഞുള്ള വിരുന്ന് ചടങ്ങിന് ക്ഷണിക്കാനാ വന്നേ. ചന്ദ്രിക ക്ഷേത്രത്തിൽ വെച്ചൊരു സ്വാമിജിയെ കണ്ടിരുന്നു. സ്വാമിജി എല്ലാ ദോഷവും മാറാൻ വിവാഹശേഷമുള്ള ചടങ്ങുകൾക്ക് മുടക്കം വരാതെ മുറയോടെ നടത്തണമെന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ചടങ്ങ് ഇതാണല്ലോ. അതെ. അപ്പോൾ വിരുന്നിന് എല്ലാവരും വരണം. അയ്യോ,